സുബൈദ ബീബി, ബീഗമല്ല ബീബി. എന്റെ പൊന്നു സഹോദരി, ഇതുവല്ലോ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് പാസ്റ്ററെ കാണുന്ന പോലെ. ഓ, അല്ലെ തന്നെ ആവശ്യം പോലെ വിവാദം കൊണ്ട് നിറഞ്ഞു നിൽക്കുക. ഈ ലൊക്കേഷൻ മാപ്പ് വല്ലോ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രവാചകൻ പറയുകയും ഒത്തുവരാതിരിക്കുകയും ചെയ്താൽ ഞായറാഴ്ച കാണിച്ചു തരാം ഒത്തു വന്നത് എന്തൊക്കെയാണെന്നുള്ളത്. ചുമന്ന ബായികൊള്ള എഴുന്നേറ്റ് വയ്ക്കുമ്പോ പ്രാർത്ഥിച്ചു. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നാണോ വരുന്നത്? അതെ. പത്തനാപുരം. നിഷ, അനീഷ സിസ്റ്ററെ, വലിയ പ്രശ്നങ്ങളിലാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ വിഷയങ്ങളല്ല, വലിയ വിഷയങ്ങളാ, ഇല്ലയോ? കോപ്പറേറ്റീവ് ബാങ്ക് ഘട്ടത്തിൽ ഇടപാടുണ്ടോ? ഒരു ജപ്തി ഉണ്ടല്ലോ? ഇല്ല, ഉണ്ട്. കോപ്പറേറ്റീവ് ബാങ്ക് ആണോ? ജപ്തിയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോണം. ഇന്ന് 6-3 ദിവസമാണ്. മൊത്തം മണിയായി നിൽക്കുകയാണല്ലോ. RR വല്ലതും തന്നോ? ലാസ്റ്റ് ഘട്ടമാണ്, ഇതുവരെ കയ്യിലെത്തിയിട്ടില്ല. ലാസ്റ്റ് ഘട്ടമാണല്ലോ. RR ഞാൻ കാണുന്നല്ലോ. ഞാനിപ്പോ വീട്ടിലില്ല, അത് കാരണം വീട്ടിൽ പോയിട്ട് 2 മാസമായി. RR കാണുന്നത്. വീട്ടിലോട്ട് കയറാനും വയ്യ. 2 മാസമായി വീട്ടിൽ നിന്ന് കയറാനും വയ്യ. ഭർത്താവിന്റെ പേര് ഷിറാസ് അല്ലയോ? ഷിറാസ്, അത് തന്നെയാ അല്ലയോ? അത് പരസ്യത്തിൽ ചോദിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റ് ആണല്ലോ. ചോദിച്ചാലും കുഴപ്പമില്ല. തട്ട വിടുന്ന ആളുകളല്ലേ? അതെ. അജപ്തി ക്യാൻസൽ അല്ല, അത് നിങ്ങൾക്കൊരവസരം കിട്ടും. അത് മാറ്റാൻ തക്കവണ ഒരു അവസരം കിട്ടും. സമ്മതിച്ചോ? ഒരവസരം കിട്ടിയാൽ പേടിക്കണ്ട. അവസരം കിട്ടിയാൽ അതിനുള്ളൊരു ഫിനാൻസ് ദൈവം നിങ്ങളുടെ കൈ കൊണ്ട് തരും. ഒരു 8 ലക്ഷം സംതിങ് ആയിട്ടുണ്ടോ? 8 അത് ഒരു കുടുംബശ്രീ ലോണാണ്. 22 ലക്ഷം രൂപയുടെ അടുത്ത്. 8-ന് അടച്ചാൽ അങ്ങനെ അവര് കുറച്ചടച്ചാൽ മതി ഇപ്പൊ പറയുന്നത്. സമയം തരും അവര്. എത്ര എടുത്തേ? അത് 20 ലക്ഷം രൂപ എടുത്തതാ കുടുംബശ്രീ ലോണായിട്ട്. ഇപ്പൊ ഒരു 8 ചേർത്ത് വരുന്ന ഒരു സംഖ്യ ഞാൻ കാണുന്നത്. അത്രയാ അടച്ചാല് അവർ അത്രയും സമാധാനം തരാം. അങ്ങനെ കണ്ടു. അതുകൊണ്ട് 8 ലക്ഷത്തിനടുത്ത് അടച്ചാൽ ഒരു സമാധാനം. പക്ഷെ 8 ലക്ഷം എവിടുന്ന് അടയ്ക്കും? 8 ലക്ഷം അടയ്ക്കാൻ ഒരു വഴിയില്ലല്ലോ. ഒരു വഴിയില്ല. നിങ്ങളുടെ ഹസ്ബൻഡിന് ബിസിനസ് വല്ലോ ആണോ? നേരത്തെ ബിസിനസ് വല്ലോ? കോൺട്രാക്ട് വർക്കായിരുന്നു. ബിസിനസ് പോലെ കണ്ട കോൺട്രാക്ടർക്ക് പറഞ്ഞ ഈ വീടിന്റെ ഒക്കെ പരിപാടിയാണ്. ഞാൻ കാണുന്ന കാഴ്ച വാർപ്പിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. തട്ടും കമ്പി പണിയുക. കറക്റ്റാണ്. നമ്മൾ ഇന്ന് അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിലേക്കൊന്ന് പോകാം. 2 മക്കളാണോ? 2 മക്കളാ ഇല്ലയോ? മൂത്തയാൾ എന്തോ ചെയ്യുന്നു? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒന്നും ചെന്നിട്ടില്ല. നിങ്ങൾക്കിപ്പോ ഒരു ജോലിയുണ്ടോ? നിലവിൽ ജോലിയില്ല. നേരത്തെ ജോലിയല്ലോ ഉണ്ടായിരുന്നു. കൊച്ചി റിഫൈനറിയിൽ ഒരു ജോലി ഞാൻ കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ഒരു യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ജോലി. കൊച്ചി റിഫൈനറിയിലായിരുന്നു, സൂപ്പർവൈസർ ആയിരുന്നു. അത് കളഞ്ഞു. അത് കോൺട്രാക്ട് വ്യവസ്ഥയിലായിരുന്നു. അപ്പൊ കല്യാണം ഒക്കെ ആയ സമയത്ത് കല്യാണം അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ വരുന്നില്ല. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ ഞാൻ ഉദ്ദേശിച്ചെന്നുള്ളത്. അതിലേക്ക് വരാൻ പോയ വലിയ ചരിത്രങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. അത് ഒരു തകർച്ചയിൽ നിന്ന് ദൈവം പിടിച്ചെഴുന്നേൽപ്പിച്ചതാണെന്ന് മാത്രം പറയാം. എനിക്ക് മനസ്സിലായി കാണുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പത്തനാപുരം മങ്കൂട്ടോ മാങ്കോട് പത്തനാപുരം മാങ്കോട് എന്ന് പറയുമ്പോൾ പുനലൂർ റൂട്ടാണ് ഇത്. പിന്നെ ഏതായത്? പത്തനംതിട്ടയൊക്കെ പോകുന്ന ഒരു വഴിയാ മാങ്കോട്. പുനലൂർ അതുവഴി പോവാം. വയറൂട്ടാ പുനലൂർ അല്ലയോ? എനിക്ക് ആ റോഡ് എനിക്ക് ആദ്യമായിട്ട് എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. ശ്രദ്ധിച്ചു.
പച്ച കളർ ബോർഡിൽ മാങ്കോടെന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നു. ഒരു പച്ച കളർ ബോർഡിൽ. അത് കഴിഞ്ഞ് ശകലം മുന്നോട്ട് വരുന്ന ഇത് വലിയൊരു ജംഗ്ഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ജംഗ്ഷൻ അല്ല, പക്ഷെ ഇതൊരു സ്റ്റോപ്പ്. മാങ്കോടത്ത് അത്ര വലിയ സ്റ്റോപ്പൊന്നും അല്ല ഇത്. ഈ സ്റ്റോപ്പിൽ വന്നിറങ്ങി. ഇതുവരെ ജംഗ്ഷനാണ് പിടിച്ചത്. എല്ലാവർക്കും ചോദിക്കും ജംഗ്ഷൻ 3 വഴി 4 വഴിയൊക്കെ പറയും. ശരി, ഇതിന് 3 വഴി 4 വഴിയൊന്നും ഇല്ല. ഇതിന് ഉണ്ടോ? ഇവിടെ വഴികളൊന്നും കാണുന്നില്ല. 3 വഴി വലിയ നടുക്കൂടെ ജംഗ്ഷനോ അങ്ങനെ ഒന്നും ഞാൻ കാണുന്നില്ല. ഒരു സ്റ്റോപ്പ് ഉള്ളൂ. ചൂട് എളുപ്പത്തിൽ പറഞ്ഞാൽ ഈ സ്റ്റോപ്പിൽ ഈ മാങ്കോട് ബോർഡ് കഴിഞ്ഞ് ഒരു ശകലം കൂടെ മുന്നോട്ട് ഒരു ബസ് ചവിട്ടുന്ന ഈ സ്റ്റോപ്പിൽ വന്നാൽ ശരിയാ, പത്തനംതിട്ട റോഡായത്. കാരണം പത്തനംതിട്ട വെച്ച KSRTC ബസ് ഇതുവഴി പോകുന്നു. ഇതുവഴിയല്ല, KSRTC മാത്രമേ ഉള്ളൂ. KSRTC മാത്രമേ ഉള്ളൂ. എനിക്ക് തെറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം KSRTC ബസ്സാ ഞാൻ കാണുന്നത്. പത്തനംതിട്ട എന്ന് ബോർഡ് എഴുതി അത് മാത്രമേ കാണുന്നുള്ളൂ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 1, 2 നിങ്ങളുടെ സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് 1, 2, 3, 4ഓളം കടകൾ ഇരിപ്പുണ്ട്. ശരിയാണ്, കറക്റ്റാ. ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് നടക്കണം. ആ പത്തനംതിട്ട റോഡ് മുന്നോട്ട് നടക്കണം. പിന്നെ അങ്ങോട്ട് ഓപ്പോസിറ്റ് കാണുന്ന ആ വലിയ റോഡോ, ആ വലിയ റോഡ് അങ്ങോട്ട് നടക്കണം. മൂന്ന് ഓട്ടോ കിടപ്പുണ്ട്. 3 ഓട്ടോ. ശരിയാണോ? ഏതാ? 3 ഓട്ടോയെ ആകെ കിടപ്പുള്ളൂ. വേറെ ഓട്ടോ ഒന്നും ഞാൻ കണ്ടില്ല. 3 ഓട്ടോയും അതിൻ്റെ ചോട്ടിൽ വലിയൊരു മരവും, അതിൻ്റെ ചോട്ടിലായി ഓട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ചിങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മീൻ്റെ തട്ടൊക്കെ കാണാം ഇവിടെ. ശരിയാണോ? ആ റോഡിനോട് ചേർന്ന് ഒരു മീൻ്റെ തട്ട്. അമ്പലത്തിലെ ശബ്ദം കേൾക്കാം. ബസ് ഇറങ്ങുന്ന ഓപ്പോസിറ്റ് അമ്പലത്തിലെ ശബ്ദം കേൾക്കാം. ഇവിടെ എല്ലാം ഏതാണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഉത്സവം മറ്റോ അങ്ങാണ്ടാന്ന് തോന്നുന്നു. മുഴുവൻ ഏതാണ്ടെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ റോഡ് മുന്നോട്ട് കയറിയാൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ അടുത്ത് പോകണ്ടേ? 2 കിലോമീറ്റർ പോകണ്ടേ? വർഷത്തോളം പോകണ്ടേ? 2 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഒരു അടയാളം വരെ പാടം കാണിക്കുന്നതന്നെ. പാടം, വയല് പോലെ ഒരു സ്ഥലം വലതുവശത്ത്. അതാണോ ആ റോഡാണോ പോകണ്ടേ? അല്ല. അതോ ഈ തോട്ടമൊക്കെ ഉള്ള റോഡാണോ പോകുന്നത്? തോട്ടമുള്ള റോഡല്ലേ പോകണ്ടേ? ആ റോഡാ പോകേണ്ടത്. ആ റോഡ് 2 കിലോമീറ്റർ പോകണം, ഇല്ലയോ? 2 കിലോമീറ്റർ മുന്നോട്ട് പോയി ഒരു കയറ്റമൊക്കെ കയറി. ശരിയല്ലേ? ഒരു കയറ്റമൊക്കെ കയറി അങ്ങോട്ട് ചെന്നിറങ്ങി. ആ കയറ്റം കയറുന്നതിന് മുന്നൊരു ചോദ്യം കൂടെ ചോദിക്കാം. വസ്തുവിന്റെ വിഷയം മാത്രമല്ല സിസ്റ്ററെ, ഒരു വഴിയില്ലാതാ നിങ്ങളിപ്പോ നിൽക്കുന്നത്. ഒരു വഴിയില്ല. 35 ലക്ഷം രൂപ കടവാ. ഒരു വഴിയില്ല. 35 സിസ്റ്ററെ, എല്ലാം കൂടെ കണക്ക് കൂട്ടി വരുന്ന ഉടനെ ഒരു 38 ലക്ഷം രൂപയോളം വരുന്നുണ്ട്, ഇല്ലയോ? കൊടുക്കാനുള്ള 2 പേർ കൂടെ കൂട്ടിയാൽ. ശരിയാണോ? കറക്റ്റ് അല്ലേ? ബന്ധുക്കൾക്ക് 2 പേർക്ക് കൂടെ കൂട്ടിയാൽ 38 ലക്ഷം രൂപ വരുന്നില്ലേ? ആരുടെയൊക്കെ സ്വർണത്തിന്റെ കണക്കുകളൊക്കെ കേൾക്കാം എനിക്ക് കേട്ടോ. അതാണ് പ്രശ്നം. ആരുടെയൊക്കെയോ സ്വർണത്തിന്റെ കണക്കുകളൊക്കെ എനിക്ക് കേൾക്കാം. ആരൊക്കെയോ നിങ്ങളോട് ചോദ്യം ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. 10-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചേക്കാം. അതിൽ എസ് എന്നോ മറ്റോ അക്ഷരമുള്ള ഒരാൾ ചോദിക്കാൻ വരുന്നുണ്ട്. എസ്സോ പിന്നെ ഒരു ബീനയോ ഭീമ. അതാരാ? അതവർക്ക് സ്വർണം കൊടുക്കാനുണ്ട്. ബീനയല്ല, ഭീമ ചോദിക്കാൻ വരുന്നുണ്ട്. എന്തോ ചെയ്യും? എല്ലാരും ചോദിച്ചോണ്ടേ ഇരിക്കുക. എല്ലാ ദിവസവും ചോദിക്കുന്നുണ്ട്. അത് എത്ര പവനാ? 5 പവനാണോ എടുത്തു വെച്ചേ? 3 അത്? ഓ, 3 പവൻ എടുത്തു വെച്ചില്ലയോ? ഒരു മാലയോ? ഒരു മാലയും കമ്മലും. വളയാരുടെയാ? വള വേറൊരാടെയാ. അതാ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. വളക്ക് ഇല്ലയോ? അതും എടുത്തു വെച്ചിരിക്കുക. ഈ സ്വർണ്ണവിലയ്ക്ക് അവർ തിരിച്ചു ചോദിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യും? അതുപോലത്തെ സ്വർണ്ണവിലയായി ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നു.
ഇത് വെച്ചിരിക്കുന്നത് അവിടെ പ്രൈവറ്റ് ഫിനാൻസിൽ വരെയാണ് വെച്ചിരിക്കുന്നത് അല്ലേ? എവിടാ ഇത് വെച്ചേ? അത് വെച്ചതെല്ലാം എടുത്ത് വിൽക്കുകയും ചെയ്തു. അത് വിൽക്കേണ്ടി വന്നു. നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. അത് അവർക്ക് അറിയാം വാങ്ങിച്ചു കൊടുക്കണം. വെച്ചത് എവിടായിരുന്നു? മുത്തൂറ്റ് ഫിനാൻസ് ആണോ? പിന്നെ വേറെ എവിടെയെങ്കിലും വെച്ചോ? ഇല്ല, അവിടെ മാത്രം. മുത്തൂറ്റ് ഫിനാൻസിലാണ് വെച്ചത്. ബ്ലൂ ബോർഡ് ഉള്ള മുത്തൂറ്റ് ഫിനാൻസിലാണോ വെച്ചത്? റെഡ് ആണോ വെച്ചത്? റെഡില്. പക്ഷെ അത് ഇന്നലെ എടുത്തല്ലോ നിങ്ങള്. അതെടുത്തു. അതെടുത്ത് വിൽക്കുമായിരുന്നു. അന്നേരം വീട് പണി ആവശ്യത്തിനൊക്കെ ചെയ്തതാ. അപ്പൊ എന്തായിരുന്നു? അതെ, സുബൈദ ആരാ? എന്റെ അമ്മയാ. അമ്മയാ സുബൈദ. സുബൈദ ബീഗം ഇപ്പൊ എന്ത് ചെയ്യേ? ഗൾഫിലാ, മസ്കറ്റിലല്ലയോ? അവരും ഒത്തിരി കരയുന്നു. കരച്ചിലേ ഉള്ളൂ. അവര് കണ്ടമാനം കരയുന്നു. വീട്ടിൽ വല്ലതും അവര് ഇപ്പൊ വീടുകളിൽ പാർട്ട് ടൈം ജോലി ചെയ്തോണ്ടിരിക്കും. വീടുകളിൽ കാണിച്ചു, അതുകൊണ്ട് ചോദിച്ചതാ. വേറെ ജോലിക്കാ പോയത്, പക്ഷെ വീടുകളിൽ ഇപ്പൊ ജോലി. സുബൈദ ബീഗം, ബീബി. സുബൈദ ബീബി, ബീഗമല്ല ബീബി. എന്റെ പൊന്നു സഹോദരി, ഇത് വല്ല എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് ഭാഷയെ കാണുന്ന പോലെ. ഓ, അല്ല തന്നെ ആവശ്യം പോലെ വിവാദം കൊണ്ട് നിറഞ്ഞു നിൽക്കുക. ഈ ലൊക്കേഷൻ മാപ്പ് വല്ലോ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രവാചകൻ പറയുകയും ഒത്തുവരാതിരിക്കുകയും ചെയ്താൽ ഞായറാഴ്ച കാണിച്ചു തരാം ഒത്തു വന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അവർ ഭയങ്കരമായിട്ട് കരയുക കേട്ടോ. ശരിക്കും കഷ്ടം. അവർ ഒത്തിരി വർഷമായി, അവർ ഒരുപാട് വർഷമായി ഒരു കണ്ടമാനം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊന്നുമില്ല അവരുടെ കയ്യിൽ. ഒന്നുമില്ല അവരുടെ കയ്യിൽ. ആകെ മൊത്തം ഇതായി നിൽക്കുക. നിങ്ങളെ ചൊല്ലി അവരേറ്റവും കൂടുതൽ കരയുന്നത് കേട്ടോ. നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അവർ പോകുന്നില്ല എന്ന് പറഞ്ഞു വന്നയാളാ. ഒരു 2 വർഷം മുമ്പ് അവർ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞു വന്നയാളാ അല്ലേ? കറക്റ്റാ. പക്ഷെ നിങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ട് അവര് പോയി. അവർക്ക് നടുവൊന്നും വയ്യ, കാലിനൊക്കെ നീരാ. കാലിനൊക്കെ വലത്തെ കാലിച്ചിരി പ്രശ്നമാ. ശരിയാണോ? ആന്ന്. ഇച്ചൂടെ പറഞ്ഞാൽ സുബൈദ ബീവി ഇപ്പൊ നടക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരണം. ഞാൻ കാണിച്ചു തരണം. ആക്ഷൻ കാണിച്ചു തരട്ടെ. ഒരു കാലിങ്ങനെ വലിച്ചാ നടക്കുന്നത്. ശരിയാണോ? കറക്റ്റാണോ? സുബൈദ ബീവി ഇപ്പൊ 1, 2, 3 വീടുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. കറക്റ്റാ? കൃത്യമാ. 3 വീടുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ കാലി വലിച്ചു നിൽക്കുക. ആ പാവം കുറച്ച് പ്രായമായല്ലോ അവർക്ക്. 57 അല്ല 58 വയസ്സുണ്ട്. 58 വയസ്സുണ്ട്. ഈ മെയ് മാസം ആകുമ്പോൾ 58 വയസ്സാവും. അപ്പൊ നോക്കിയാൽ മതി. അതാകുമ്പോൾ 58 വയസ്സാവും. പക്ഷെ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ഈ യേശുവിൽ വിശ്വസിക്കുക. മുന്നോട്ട് മാമ, ഈ മുന്നോട്ട് പോകുമ്പോൾ ഈ റബ്ബറും തോട്ടം കഴിഞ്ഞ് വലതുവശത്തിരിക്കുന്ന വീടാണോ നമ്മുടെ വീട്? ഒരു റബ്ബറും തോട്ടം അല്ല, പറങ്ങാണ്ടി. അത് കഴിഞ്ഞ് വലതുവശത്തിരിക്കുന്ന വീട്, ചെറിയ ഇടവഴി. അവിടെ ആയിരിക്കുന്ന വീടാണോ? മൂന്നാമത്തെ വീട്. അതും ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു വലിയ വീടാ. അതുകൊണ്ട് ചോദിച്ചത്. മൂന്നാമത്തെ വീട്. ഈ ഇടവഴി തന്നെ പോകണമല്ലോ. ഓട്ടോ കയറുന്നു? കയറുന്നില്ല. ഒരു ചെറിയ വീതിക്കുറവ്, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് കയറിയാത്തോട്ട് ചെല്ലുന്നത്. ആ ഇടവഴി കയറിയാത്തോട്ട് ചെല്ലുമ്പോൾ ഇടതുവശത്തിരിക്കുന്ന വീട് അല്ലയോ? അതോ വലതുവശത്തിരിക്കുന്ന വീട്? ഇടതുവശത്ത്. അത് തന്നെയല്ലേ? ഇടതുവശത്തല്ലേ വീട്? വലതുവശത്ത് ഒന്നുമില്ല, ഇടതുവശത്തിരിക്കുന്ന വീട്. ഈ 2 നില വീട് അത് തന്നെയല്ലേ? ഈ ഇവിടെ ആരും ഇല്ലയോ? ഈ ഉള്ളോ? ഗേറ്റ് അടച്ചിട്ടേക്കുന്നു? ഇല്ല. അതോ അപ്പുറത്തെ വീടാണോ? അത് അപ്പുറത്തെ ഒറ്റനില വീട്. അതാരുടെയാ? ഒരു വെള്ള പോലത്തെ പെയിന്റ് അടിച്ച വീട്. അതാരുടെ? നമ്മുടെ വീടാണോ? അത് ക്രിസ്ത്യാനിയുടെ വീടാണ് അല്ലേ? മത്തായിയോ അങ്ങാണ്ടാ? മാത്യു അല്ലയോ? കറക്റ്റാ. മാത്യുവിന്റെ വീട് കഴിഞ്ഞ് നമ്മുടെ വീട് ഇല്ലയോ? ഇദ്ദേഹത്തിന്റെ പേരെന്നാ?
എൻ്റെ പേരോ? അല്ല, അച്ഛൻ്റെ. ഷാജി. ഷാജി. വേറെ പേരുണ്ടോ? ഇല്ല, ഷാജി എന്നാണ്. ഞാൻ ഹാജി എന്നാ കണ്ടേ. ഷാജിയാ. ഷാജി അല്ലയോ? ഹാജി അല്ല, അല്ല, ഷാജി. ഈ ഗേറ്റ് ഇല്ലാത്ത വീട്, ഈ മേളോട്ട് കയറി ചെല്ലുന്ന ആ വീട് അല്ലയോ? നല്ലൊരു വീടാണല്ലോ ഇത്. അത് പുതിയതായിട്ട് പണിതാ. 3 വർഷം. ഉഗ്ര വീടാണല്ലോ. ഈ വീട് പണിതാന്ന് തോന്നുന്നു നിങ്ങള്. ആ വീട് പണിയുന്ന സമയത്ത് നമുക്ക് കടമൊന്നും ഇല്ലായിരുന്നു. വീട് പണിതാ നിങ്ങൾ താഴോട്ട് പോയെ? അത് കഴിഞ്ഞ താഴോട്ട് പോയില്ലയോ? 2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് താഴോട്ട് പോയി. ഓ, യേശുവിന്റെ നാമത്തിൽ നല്ല ഏറ്റ മന്ത്രവാദം ഉണ്ടല്ലോ. ഈ വീട് പണി തുടങ്ങി ഇത് പാതി വഴിക്ക് നിൽക്കേണ്ട സമയം കഴിഞ്ഞതാ. ഒരു നില കഴിഞ്ഞപ്പോ ഇത് നിൽക്കേണ്ടതായി. ഒരു ദിവസം പോലും ഇട്ടില്ല. ഏതാ? ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്യാൻ ഇട്ടില്ല. അത് പക്ഷെ ഒത്തിരി പ്രതിസന്ധികൾ വന്നായിരുന്നു. പ്രതിസന്ധികളല്ല, ഇത് ഒരു നില കഴിഞ്ഞപ്പോൾ ഇത് നിൽക്കേണ്ട അല്ല, ഇത് പോകേണ്ടതാ. പക്ഷെ നിങ്ങളെ ദൈവം അതിൻ്റെ അകത്തുനിന്ന് കൊണ്ടുവന്നതായിട്ട്. ആ ഷെഡ് അതാ അതിൻ്റെ താഴത്തെ ഇരുത്തില്ല ഷെഡില്ലയോ? ഉണ്ട്, ഇവിടെ കിടക്കുന്നതൊക്കെ കാണാം. ഓക്കെ, ഡൺ. കർത്താവ് അനുഗ്രഹിക്കുവാനായിട്ട്. കർത്താവെ, ഞങ്ങൾ ഈ സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. സൗകരി, ഒരു സംഭവം പറയാം. ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് വേറെ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ശ്രമിക്കുകയും ചെയ്തു, ഇല്ലയോ? സത്യമല്ലയോ? ശ്രമിച്ചു. കുഞ്ഞുങ്ങളെ പറഞ്ഞ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാൻ ആദ്യം പറയാം. ആ പാവം പിടിച്ച കുഞ്ഞുങ്ങൾ എന്ത് വിഴച്ചു. ഇവിടെ അപ്പൻ 15ാമത്തെ വയസ്സിൽ പോയതിൻ്റെ വിഷമം ഇന്നും മാറിയിട്ടില്ല. നടുത്തളത്തിൽ പലപ്പോഴും ഞാൻ പെട്ടു നിന്നിട്ടുണ്ട്. ഒരു അഭിപ്രായം എനിക്ക് ചോദിക്കാൻ ആരുമില്ല. കർത്താവ്, ഒരു തവണയെങ്കിലും നമ്മുടെ അപ്പനെ ഒന്ന് കണ്ടിരുന്നു എന്നൊക്കെ ഒരു അന്നേരവും നമ്മുടെ അകത്ത് കിടക്കുന്ന വിശ്വാസം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഓടുന്നത്. ആ പാവം പിടിച്ച കുഞ്ഞുങ്ങൾ എന്ത് വിഴച്ചു. നിങ്ങൾ ചെയ്തതിന് അതിനെന്തിനും ചെയ്യാൻ പറ്റും? ചെയ്യരുത്, ശ്രമിക്കുകയും ചെയ്യരുത് കേട്ടോ. കാരണം ഞാൻ കണ്ടതാണ്. നിങ്ങൾ ഒരു ശ്രമമൊന്നല്ല, നിങ്ങൾ പല വട്ടം ചിന്തിച്ച ആളാണ്. അതിലൊന്ന്, നിങ്ങൾ തൂങ്ങിയാൽ എന്താണെന്ന് ആലോചിച്ച ആളാണ്. പിന്നെ കൈ മുറിച്ചാൽ എന്താന്നൊക്കെ ആലോചിച്ച ആളാണ്, അല്ലയോ? അതെന്തോ വിഴച്ചത്. അയ്യോ, കഷ്ടം. എൻ്റെ പൊന്ന് കർത്താവ്, ആ പൊടിക്കുഞ്ഞിന് അതിന് ആരുണ്ട്? ഇനി ആരുമില്ല. ആ പുള്ളിയുടെ പേര് ഷിറാഷ്. ആ പുള്ളി എന്തോ ആയിട്ടാ ഇപ്പൊ പോയേക്കുന്നത്? ഹോട്ടലിൽ പോകുന്നതായിട്ടാ കണ്ട. ഹോട്ടലാ അല്ലയോ? പുള്ളി അവിടുന്ന് രക്ഷപ്പെടും. ഈ 10-ാം തീയതി കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ വരണം. നിങ്ങൾക്ക് ഒരു തിരിമറിയോളം എന്നുള്ള രീതിയിൽ പറഞ്ഞു നിർത്താനുള്ള ഒരു തുക ദൈവം കൈകാര്യം കൊടുത്തരും. ഏതെങ്കിലും ചർച്ചിൽ പോകുന്നുണ്ടോ? ഇല്ല. യേശുവിൽ വിശ്വാസമോ? ചർച്ചിൽ പോകുന്നില്ല. അങ്ങനല്ല. ഏതെങ്കിലും പത്തനാപുരത്ത് ഏതെങ്കിലും ഹെവൻലി ഫീസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചർച്ചുകളുണ്ട്, അവിടെ പോകണം. ഇപ്പം ഇത്രയും ദൂരം വരാനൊന്നും ഞാൻ അവകാശപ്പെടത്തില്ല. പത്തനാപുരം ഇവിടെ നിന്ന് വെച്ചാൽ നല്ല ദൂരമാണ്. വരാൻ പറ്റുമെങ്കിൽ ഏറ്റവും സന്തോഷം. കഴിവതും മുടക്കാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷം. ഇനി അഥവാ വരാൻ ഒരു ദിവസം മടിയാണ്, ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഹെവൻലി ഫീസ്റ്റ് പോലത്തെ സഭയുണ്ട്, അവിടെ പോവുക. അല്ലെ അടൂര് ഗ്രേസ് ഫാമിലിയുണ്ട്. എവിടെയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കഴിവതും എന്തോ ചെയ്യുക, ആരാധനയ്ക്ക് വരിക. ആരാധന മുടക്കരുത്. യേശു അല്ലാതെ ഒരു രക്ഷിതാവില്ല. ഉറപ്പാ പറയുന്നത്. ഞാൻ ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യം സംസാരിക്കുന്നില്ല. ഗ്യാരണ്ടി ആയിട്ട് ഒരു കാര്യം പറയാം. ഈ കർത്താവിൽ നിങ്ങൾ വിശ്വസിച്ച് ഈ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തേ 3 മാസം കൊണ്ട് നിങ്ങൾ സ്റ്റേഡ് ആയിരിക്കും. ആകാശത്തിന്റെ കീഴെ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, നസറനായ യേശു. ഇനി ഒരു അടയാളം പറയട്ടെ. ആ അമ്മച്ചിക്ക് വന്നാ, എഴുന്നേറ്റ് അമ്മച്ചിക്ക് വന്നാ, ഇങ്ങി വാ, അമ്മച്ചിക്ക് വാ, ഇങ്ങോട്ട് കയറിക്കേ. ഇയാളിനെ ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് വാ. അല്ല, അമ്മാമയല്ല, ഇവിടെ നിന്നോ രണ്ടുപേരും. ഈ അമ്മച്ചിയെ കണ്ടോ? ആ മുഖം ഒന്ന് കാണിച്ചാടാ ഫെബിനെ. ഇങ്ങോട്ട് നീങ്ങിന്ന് കണ്ടോ? ഈ അമ്മച്ചിയെ കണ്ടോ? ഒരുത്തൻ എഴുതി വെച്ചു, പ്രവാചകൻ പറയുകയും അത് ഒത്തുവരാതിരിക്കുകയും ചെയ്താൽ അതങ്ങനെയാണ്. ഒത്തുവരുന്ന കണ്ടോണം.
ഈ അമ്മച്ചിക്ക് 10 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ ദൂത് പറഞ്ഞു, 10 ലക്ഷം രൂപ ദൈവം എടുത്ത് അങ്ങ് വീട്ടാൻ പോവാന്ന് പറഞ്ഞു. കണ്ടോണം, ആ 10 ലക്ഷം രൂപ ആര് വീട്ടി? ഭർത്താവിന്റെ അനിയൻ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ആ 10 ലക്ഷം രൂപ കടം അങ്ങ് വീട്ടിൽ കൊടുത്തു. ചോദ്യം, ആ വീഡിയോ കണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞൊപ്പിച്ചതോ എനിക്ക് മിടുക്കനാകാൻ പറഞ്ഞതല്ല. ഞാനൊരു ഉറപ്പ് പറയും, ഇത് പ്രൊഫറ്റിക് ചർച്ചാണ്. ഈ 10-ാം തീയതി നിങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. കർത്താവ് നിങ്ങളുടെ കൂടെ ഇറങ്ങി വരികയാണ്. നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുകയാണ്. ഗ്യാരണ്ടി, ഞാൻ ഗ്യാരണ്ടി. കർത്താവ് ഇറങ്ങി വന്നില്ലയോ? കടം വീട്ടിൽ ചെന്നൈ വിട്ടേച്ചു പോയി. ഇപ്പൊ അടുത്ത കെടുതി വന്നിട്ടുണ്ട്. പൊക്കോ. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് കയറിക്ക്. എന്നോട് മിണ്ടാതിരിക്കുവാന്നോ? എങ്ങനെയായിരുന്നു? 2.25 ലക്ഷം രൂപയുടെ പണയം ഉണ്ടായിരുന്നു. അത് മോള് പണയത്തിൽ നിന്ന് എടുത്തിട്ട് അത് വിറ്റിട്ട് ആ പൈസ അച്ഛന് പലിശ കിട്ടത്തക്ക പോലെ ബാങ്കിൽ അടിച്ചു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അത് ഞാനിപ്പോ അറിയുന്നു. കേട്ടല്ലോ. ഇവിടെ എങ്ങനെ വന്നതാന്ന് ചോദിച്ചു നോക്കിയ അല്ലയോ? കരഞ്ഞോണ്ടാ ഇവിടെ വന്ന്, കരഞ്ഞോണ്ട്. ഈ വാതിൽ കയറിയപ്പോൾ ഞാൻ ഇന്നും ആലോചിക്കും, നിലവിളിച്ചാ വന്ന് കയറിയത്. ഇന്ന് നിലവിളിന്നൊരു അച്ഛന് ചെറിയ പലിശയൊക്കെ കിട്ടും. അടുത്ത മാസം മുതൽ കിട്ടും. പ്രവാചകൻ പറയുകയും അത് ഒത്തുവരാതിരിക്കുകയും. ഒത്തുവരും, ഇവിടെ ഒത്തുവരും. ഇത് പ്രവാചകനാ, ഇവിടെ ഒത്തുവരാതെ പോകത്തില്ല കേട്ടോ. ധൈര്യത്തോടെ പോയിട്ട് വാമച്ചി. ഇപ്പൊ മനസ്സിലായോ? 10-ാം തീയതി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഒരു സെറ്റിൽമെന്റ് നടക്കും. ധൈര്യത്തോടെ ഇരുന്നോ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ ഗ്യാരണ്ടി, എന്റെ ദൈവം ഗ്യാരണ്ടി. ഓക്കെ, ഇനി എന്തോ ചെയ്യണം? ബൈബിൾ ഉണ്ടോ? ഇല്ല. അടുത്ത ദിവസങ്ങളിൽ, അടുത്ത ഞായറാഴ്ച ഒന്ന് വരണം. ഈ ഞായറാഴ്ച ഏറ്റവും അമൂല്യമായ ഒരു സാധനം തന്നുവിടാം. ഏറ്റവും അമൂല്യമായ സാധനം അതങ്ങ് കൈവച്ചാൽ മതി, രക്ഷപ്പെടും കേട്ടോ. പോയിരുന്നാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. അസ്ഥി സൈന്യമായി എഴുന്നേൽക്കും. മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി എഴുന്നേൽക്കും. മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ